ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ജനി സമയം സ്ഥിതിയില്ല, ജന്മിയന്യ ക്ഷണമതിൽ ഇല്ല, ഇതിരിപ്പതെപ്രകാരം ഹനനവുമിങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ലിത് ചിത് പ്രഭാവമെല്ലാം. സത്യമായത് വസ്തുവാണ്. വസ്തു എന്നാൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്നത്. വാസ്തവികമായത് മാറ്റത്തിന് വിധേയമാകുന്നതൊന്നും സത്യമല്ല. ഏതൊരു കർമ്മവും ചലനാത്മകമാണ്. അതിൽ ചലനം അന്തർഭവിച്ചിട്ടുണ്ട്. അത് മാറ്റമില്ലാതെ നിൽക്കുന്ന നിശ്ചലതയല്ല. ഒരു നിമിഷം ഉണ്ടാകുകയും അടുത്ത നിമിഷം മറയുകയും ചെയ്യുന്നത് സത്യവസ്തുവല്ല. ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ മാത്രം ആ കർമ്മം നടക്കുന്നു. അതിനുശേഷം ആ കർമ്മം ഇല്ലാതാകുന്നു. നർത്തകൻ നൃത്തം ചെയ്യുമ്പോൾ നൃത്തമുണ്ട്. നൃത്തം തീരുന്ന നിമിഷം നൃത്തം ഇല്ലാതായി. പിന്നീട് നർത്തകനും ഇല്ല. അയാൾ നൃത്തം ചെയ്ത നിമിഷത്തിൽ മാത്രമായിരുന്നു അയാൾ നർത്തകൻ. ഇപ്രകാരം മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ സങ്കല്പങ്ങളിൽ മാത്രം നിലകൊള്ളുന്നവയാണ്. അവയൊന്നും യഥാർത്ഥമല്ല. ഒരാൾ ജനിക്കുന്നു. ജനിക്കുന്ന ആ സമയത്ത് മാത്രം ജനനമെന്ന പ്രക്രിയ നടക്കുന്നു. അത് കഴിഞ്ഞാൽ ആ പ്രക്രിയ ഇല്ല. ജനിച്ചു എന്ന് പറയുന്ന ആൾക്ക് ജനനത്തിൻ്റെ ഉടമയായി ജനന പ്രക്രിയയിൽ നിൽക്കാനും കഴിയുകയില്ല. ജനന പ്രക്രിയ കഴിഞ്ഞ ഉടനെ ആ പ്രക്രിയ അവസാനിച്ചു. അയാൾ അതിൽ നിന്ന് അന്യമായി വേർപെട്ടു. അപ്പോൾ അയാളെ ജന്മി, ജനന പ്രക്രിയയുടെ ഉടമ എന്ന് പറയാനാകില്ല. അതിനാൽ നാം ജനനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ള ഒന്നല്ല. അത് യാഥാർത്ഥ്യമെങ്കിൽ മാറ്റമില്ലാതെ നിലനിൽക്കുമായിരുന്നു. മരണപ്രക്രിയയും ഇതുപോലെ തന്നെ. മരണപ്രക്രിയ നടക്കുന്നു, അവസാനിക്കുന്നു, അപ്രത്യക്ഷമാകുന്നു. നിലനിൽക്കാത്തതെല്ലാം അസത്യമാണ്. നാം ഇങ്ങനെ ജനന മരണങ്ങൾ എന്നെല്ലാം പറയുന്ന ചിത് പ്രഭാവം മാത്രമാണ്. അതായത് ചിത്ത് കൊരുത്തുകൂട്ടുന്ന സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യം എന്ന് ഗണിച്ച് നാം ഇങ്ങനെ ആനന്ദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അതായത് വെറും സ്വപ്നാടകരായി കാലം കഴിച്ചുകൂട്ടുന്നു. ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന നിമിഷം മാത്രമേ ശാശ്വതം അവ്യയം ആയ പരമാത്മസത്ത നമുക്ക് ബോധ്യമാകൂ. അതിനാൽ തെറ്റായി നാം കാണുന്ന ജനന മരണ പ്രക്രിയകളെ ഗുരു നിരാകരിക്കുകയാണ് ഇവിടെ. നാം ഇവിടെ തളച്ചിടേണ്ടപ്പെട്ടവർ